നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യുഡിഎഫ് തരംഗം പെരുമ്പാവൂരിൽ മനോജ് മൂത്തേടൻ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മനോജ് മൂത്തേന്റെ ലീഡ് നിലയറിയുവാൻ ആകാംക്ഷയോടെ പ്രവർത്തകർ രാവിലെ മുതൽ തന്നെ ഇന്ദിരാഭവനിലെ ടിവിയുടെ മുമ്പിൽ നിലയുറപ്പിച്ചിരുന്നു. തുടക്കത്തിൽ തന്നെ അദ്ദേഹം മികച്ച ലീഡ് നേടിയിരുന്നു. ലീഡ് നില വർദ്ധിച്ചപ്പോൾ തന്നെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് പുറത്തും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും യുഡിഎഫ് പ്രവർത്തകർ ആഘോഷത്തിലേർപ്പെട്ടു. LDF സ്ഥാനാർത്ഥി ബേസിൽ പോളിന് 46,654 വോട്ടും NDA സ്ഥാനാർത്ഥി ജിബി പാത്തിക്കലിന് 22,497 വോട്ടും ലഭിച്ചു. 28,434 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് മനോജ് മൂത്തേടൻ വിജയം കൈവരിച്ചത്. പെരുമ്പാവൂരിലെ ജനങ്ങൾ നൽകിയ വലിയ വിജയമാണ്. ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയാണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നെ സ്വീകരിച്ചത്. പെരുമ്പാവൂരിൽ ജനിച്ചു വളർന്ന ഒരാളെന്നുള്ള നിലയിൽ, ഈ നാടിന്റെ എല്ലാ ഊടുവഴികളിലൂടെയും കടന്നുപോയ ഒരാളെന്നുള്ള നിലയിൽ പെരുമ്പാവൂരിലെ ജനങ്ങൾ ഹൃദയത്തിലേറ്റിയാണ് സ്വീകരിച്ചത്. ജനങ്ങൾ നൽകിയ വലിയ ഉത്തരവാദിത്തമാണ്. ചരിത്ര ഭൂരിപക്ഷത്തിൽ പെരുമ്പാവൂരിലെ ജനങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം ഇനി എന്റെ മുഴുവൻ സമയ ജീവിതവും പെരുമ്പാവൂരിന് വേണ്ടി മാറ്റിവെക്കുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. എനിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കന്മാരും പ്രവർത്തകരുമാണ് ഇവിടെ ഉള്ളത്. കോൺഗ്രസിന്റെയും UDFന്റെയും എല്ലാ തലങ്ങളിലുമുള്ള നേതാക്കന്മാരുടെ അക്ഷീണമായ പരിശ്രമമാണ് ഈ വിജയത്തിന് പിന്നിൽ. ഒരുപാട് ആളുകളുടെ, രാഷ്ട്രീയമില്ലാത്തവരും രാഷ്ട്രീയമുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് പേരുടെ കലവറയില്ലാത്ത പിന്തുണയാണ് ചരിത്ര ഭൂരിപക്ഷം നേടി വിജയിക്കാൻ കഴിഞ്ഞത്. പെരുമ്പാവൂരിന് വേണ്ടി ഇനിയുള്ള ജീവിതം സമർപ്പിക്കുകയാണ്. ഇനി അങ്ങോട്ട് പെരുമ്പാവൂരിന്റെ വികസനത്തിന് വേണ്ടി, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ് അവസരത്തിൽ. പതാകയേന്തി ജയാഘോഷങ്ങളോട് നടത്തിയ ആഘോഷങ്ങൾ പെരുമ്പാവൂരിൽ ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ചു. ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നതാണെന്ന് പ്രവർത്തകരും പറഞ്ഞു. നമ്മുടെ ആഘോഷങ്ങളെല്ലാം പെരുമ്പാവൂർ തുടങ്ങി കഴിഞ്ഞ് 10 വർഷത്തെ ഇടതുപക്ഷത്തിന്റെ ദുർഭരണത്തിന് ഒരു അന്ത്യം കുറിച്ചുകൊണ്ടുള്ള ഒരു വിജയമാണ് ഇപ്പോൾ പെരുമ്പാവൂരിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ ദുരിതത്തിന് അവസാനം കുറിച്ചുകൊണ്ടുള്ള നല്ലൊരു ഭരണം UDF കാഴ്ചവെക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം കേരളത്തിലെ ജനങ്ങളുണ്ട്. അതാണ് ഈ വിജയത്തിന് മുഖ്യമായ കാരണം. ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നോ? തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്ന വിജയമാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചതിൻ്റെ ക്രിയാത്മകമായിട്ടുള്ള ഒരു കാര്യമാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിച്ചത്. തീർച്ചയായും പ്രതീക്ഷിച്ച വിജയമാണ്. മൊത്തത്തിൽ UDF തരംഗമാണല്ലോ. തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന മുഹൂർത്തമാണ്. എല്ലാ സ്ഥലത്തും പോലെ കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിണറായി സർക്കാരിന്റെ അഴിമതി ഭരണത്തിനെതിരായിട്ട് ജനങ്ങൾ എഴുതിയ ഒരു വിധി എഴുത്തായിട്ടാണ് നമ്മൾ കാണുന്നത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.